ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. അടുത്തൊരു വാർത്ത നമ്മുടെ രാജ്യത്തെ UPIയുടെ സ്പ്രെഡിനെ സംബന്ധിച്ചും ആ ഒരു മേഖലയിലുള്ള ഡ്യൂയോപോളി 2 കമ്പനികളുടെ മേൽക്കോയ്മയെയും കുറിച്ചുമാണ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡീറ്റെയിൽസ് എന്നുള്ളത്. നമ്മുടെ രാജ്യത്ത് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPI എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഇത് UPI എന്ന് പറയുന്നത് വളരെ റാപ്പിഡായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യത്തെ ഡിജിറ്റൽ ട്രാൻസാക്ഷന്റെ 80% UPI വഴിയാണ്. ആഗസ്റ്റിൽ മാത്രം 20.6 ലക്ഷം കോടി രൂപയുടെ ട്രാൻസാക്ഷൻസ് ആണ് നടന്നിട്ടുള്ളതെന്നും കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്ത്യയിൽ ഡിജിറ്റൽ ലിറ്ററസി കുറവാണ്, ക്യാഷിന്റെ റിലയൻസ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ പോലും ഇവിടെ UPIയുടെ ആ ഒരു പബ്ലിക് ട്രസ്റ്റ് വർദ്ധിച്ചു വരുന്നുണ്ട് എന്നാണ് നമ്മൾ കാണുന്നതായിട്ടുള്ളത്. പക്ഷെ ഓർത്ത് വെക്കേണ്ട കാര്യം, നമ്മൾ ഈ 80% ട്രാൻസാക്ഷൻസും UPI ആണ് എന്ന് പറയുമ്പോഴും ഇത് നമ്മുടെ 30% പോപ്പുലേഷൻസ് നടത്തുന്ന ട്രാൻസാക്ഷൻ ആണ്. ബാക്കി 70% പോപ്പുലേഷൻസിനും UPI പോലുള്ള സർവീസുകൾ, ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം ഇതുവരെ ആക്സസിബിൾ ആയിട്ടില്ല എന്നുള്ളത് ഓർത്തു വയ്ക്കേണ്ടതായിട്ടാണ്. ഇപ്പോൾ UPI കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ കൂടുതൽ ഇന്നോവേഷൻ വേണം, കൂടുതൽ സർവീസ് ഡിസൈൻ വേണം, ആപ്പുകൾ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ 70% ആൾക്കാരിലേക്ക് എത്താൻ പറ്റുക എന്ന് കൂടി ഓർത്തു വെക്കാം. പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് കോൺസെൻട്രേഷൻ ആണ്, അല്ലെങ്കിൽ മാർക്കറ്റിലെ ഡ്യൂയോപോളി ആണെന്ന് ഓർത്തു വെക്കാം. മോണോപോളി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ നിയന്ത്രണം, ഡ്യൂയോപോളി എന്ന് പറഞ്ഞാൽ 2 കമ്പനി, ഫോൺ പേയും ഗൂഗിൾ പേയും. മൊത്തം മാർക്കറ്റ് UPI ട്രാൻസാക്ഷൻസിന് 85% നടക്കുന്നത് ഈ 2 കമ്പനികൾ വഴിയാണ്. ഇതൊരു സിസ്റ്റമിക് വൾണറബിലിറ്റി ആണ് എന്നാണ് ഓതേഴ്സ് പറയുന്നതായിട്ടുള്ളത്. കാരണം മാർക്കറ്റ് ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ് എന്നുള്ളത്. ഇപ്പോൾ ഇൻ കേസ് ഒരു ദിവസം ഫോൺ പേയും ഗൂഗിൾ പേയും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ UPIയിൽ 85% ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസാക്ഷൻ നടത്താൻ പറ്റാത്ത സാഹചര്യം. കാരണം UPI സിസ്റ്റം ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 2 കമ്പനികളുടെ സിസ്റ്റംസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നീട് ഒരു UPI ട്രാൻസാക്ഷൻ നടത്താൻ പറ്റാത്ത, അല്ലെങ്കിൽ 85% ആൾക്കാരും കുടുങ്ങി പോകുന്ന സാഹചര്യം. അതേപോലെ തന്നെ ഈ ഒരു മേഖലയിൽ കൃത്യമായിട്ടുള്ള കോമ്പറ്റീഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഇന്നോവേഷൻ വരുന്നില്ല. ഈ ഒരു ഡൊമിനന്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് തന്നെയാണ് അതിന്റെ മാക്സിമം ബെനിഫിറ്റുകൾ എടുക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫോൺ പേയുടെ ഇന്ത്യൻ കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്താണെങ്കിലും അതിന്റെ ഇന്ന് ഓണർഷിപ്പ് വാൾമാർട്ടിന്റെ കയ്യിലാണ്. അതേപോലെ തന്നെ ഗൂഗിൾ പേ, അത് ഗൂഗിളാണ്, ഗൂഗിളും ഫോറിൻ കമ്പനിയാണ്. അപ്പോൾ 2 ഫോറിൻ കമ്പനികളാണെന്ന് ഓർത്ത് വെക്കേണ്ടത് തന്നെ. അപ്പോൾ ഈ 2 കമ്പനികളും ഫോറിൻ ഡൊമിനൻസ് ഉണ്ട്, നമ്മുടെ ഡാറ്റ അവരിലൂടെയാണ് പോകുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ബാക്ക്ഡോർ ആക്സസും മറ്റുമൊക്കെ സെൻസിറ്റീവ് ഇൻഫർമേഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് അൾട്ടർനേറ്റീവ് ആയിട്ട് ഇന്ത്യൻ ഓൺഡ് ആയിട്ട് അൾട്ടർനേറ്റീവ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുവഴി കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള എക്കോസിസ്റ്റത്തെ കൊണ്ടുവരിക, ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി റിസ്കുകളെ അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഓർത്തു വെക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള റെഗുലേറ്ററി ഡിലേ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടെ റെഗുലേറ്റർ ഉണ്ട്, റെഗുലേറ്റർ കൃത്യമായിട്ട് ഇറങ്ങി വരുന്നില്ല അല്ലെങ്കിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ NPCI, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അവര് മാർക്കറ്റ് ക്യാപ്പ് ഒരു കമ്പനിക്ക് 30% മാത്രമേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ വെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് വർദ്ധിച്ചു കൊടുത്തു എന്ന് കൂടി ഓർത്തു വെക്കുക. ഇന്ന് മാർക്കറ്റ് ക്യാപ്പ് 40% വരെ വെക്കാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡ്യുവൽ പോളി വന്നിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കാം. അപ്പോൾ കുറച്ചുകൂടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബാലൻസ് ആയിട്ടുള്ള UPI എക്കോസിസ്റ്റത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. അതായത് ഈവൻ സ്മോളർ ആയിട്ടുള്ള മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വേണം, എല്ലാവർക്കും ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണം. അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പുകൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ആ കോമ്പറ്റീഷൻ ഉറപ്പുവരുത്തുക, പബ്ലിക് ട്രസ്റ്റ് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ UPIയുടെ ആ ട്രാൻസ്ഫോർമേഷണൽ പ്രോഗ്രസ് രാജ്യത്തിന്റെ ബെനിഫിറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത, ഇന്ത്യയിൽ ഒരുപാട് റോഹിംഗ്യ ആൾക്കാരെ നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട്, റെഫ്യൂജീസ് ആയിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട് ക്യാമ്പുകളിലും മറ്റുമായിട്ട്. ഇവരുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഒബ്ലിഗേഷൻ, ഇന്ത്യ എന്താണ് ഇവരോട് ചെയ്യേണ്ടത്, എന്താണ് ഇന്ത്യയുടെ അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നതായിട്ടുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ്
ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.